ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ ശിവസേനയെന്ന് മഹാരാഷ്ട്ര സ്പീക്കറുടെ റൂളിംഗ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സ്പീക്കർ തീരുമാനമെടുത്തത്. പാർട്ടിയുടെ പേരിലും ചിഹ്നത്തിലും അവകാശമുന്നയിച്ച് ഉദ്ധവ് താക്കറെ നൽകിയ പരാതി പാർട്ടി ഭരണഘടനയനുസരിച്ച് നിലനിൽക്കില്ലെന്നും സ്പീക്കർ രാഹുൽ നർവേക്കർ വിശദീകരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഉദ്ധവ് പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ്. ഇതിൽ 2 ഭരണഘടനയാണ് ഇരു വിഭാഗങ്ങളും ഹാജരാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷം ഹാജരാക്കി 1999 പാർട്ടി ഭരണഘടന അതാണ് നിലനിൽക്കുന്നത്. അതനുസരിച്ചാകണം നടപടി എന്നതാണോ ഇപ്പോൾ സ്പീക്കർ വിശദീകരിച്ചത്? അനുജ, പ്രതിപക്ഷത്തിന് ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ പക്ഷം നൽകിയ പരാതിയിൽ ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള 40 MLA-മാരെ അയോഗ്യരാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിലുള്ള തീരുമാനമാണ് വിധിയാണ് സ്പീക്കർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട ഒരു വിധി പ്രസ്താവമാണ് അദ്ദേഹം നടത്തിയത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലമടക്കം വിശദീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ, ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി അടക്കമുള്ളവ പരിശോധിച്ച് 2 ഭാഗങ്ങളിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് താൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ശിവസേനയുടെ ഇരുവിഭാഗങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച ഭരണഘടനകൾ വ്യത്യസ്തമാണെന്നും നേതൃഘടനയെക്കുറിച്ച് ഇരു വിഭാഗങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളതെന്നും അതിൽ 1999 ഭരണഘടന അനുസരിച്ച് തീരുമാനമെടുത്തപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഹാജരാക്കിയ ഭരണഘടന അതനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്നതാണ് സ്പീക്കറുടെ റൂളിംഗ്.